മമ്മൂക്ക ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മയുഗമുള്ളൂ. മമ്മൂക്ക പെട്ടെന്ന് ചൂടാവുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത് അങ്ങനത്തെയൊക്കെ ഒരു വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. സോ ഐ വാണ്ട് ടു ഗിവ് ഹിം ദ മേ ബി ഫോർ മീ ദ ബെസ്റ്റ് ഇൻട്രോ പോസിബിൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറിക്ക്. മമ്മൂക്ക ഡബിൽ പൊളിക്കും, ഭയങ്കര സംഭവമാണ്. എനിക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ ഫേവറേറ്റ് ഫിലിം മണിച്ചിത്രത്താഴ് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത്. ഭൂതകാലത്തിന് വലിയൊരു ഇൻസ്പിറേഷൻ മമ്മൂക്കയുടെ തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. വേറെ ആർക്കും ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അത് മമ്മൂക്കയ്ക്ക് അല്ലാണ്ട് വേറെ ആരും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. രാഹുൽ സദാശിവനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. രാഹുൽ സ്വാഗതം, കൺഗ്രാറ്റ്സ്. ഭ്രമയുഗത്തിന് വേണ്ടി മാത്രമല്ല, ഭൂതകാലമാണെങ്കിലും ഭ്രമയുഗമാണെങ്കിലും നമ്മുടെ ഒരു കൺവെൻഷണൽ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഒരു കഥ പറച്ചിൽ രീതിയിൽ നിന്ന് മാറി ചെയ്ത സിനിമയായിരുന്നു. അത് രണ്ടിലും ഒരു മലയാളത്തിൽ മുൻപരിചയമില്ലാത്തൊരു സിനിമയുടെ ശൈലിയും ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പും അനുഭവപ്പെടുത്തിയ സിനിമയാണ്. ഭ്രമയുഗം കൂടി വന്ന സമയത്ത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറെ കൂടുതൽ പേരിലേക്ക് എത്തുന്ന ഒരു OTT ടു തിയേറ്റർ മൂവി വരുന്ന സമയത്ത് എനിക്ക് രാഹുലിനോട് വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂതകാലത്തിൻ്റെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഭൂതകാലത്തിൻ്റെ ഒരു സ്ക്രാച്ച് ആദ്യ ആലോചന എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഫ്രെയിമിലേക്ക് പെട്ടെന്നൊരു രൂപമാവാം അല്ലെങ്കിൽ വേറൊരാൾ വരുമ്പോഴുള്ള ഒരു സ്കെയർ അല്ലെങ്കിൽ ഭീതി സൃഷ്ടിക്കുന്നതാണ് എന്നത്. ഭൂതകാലത്തിന് മുമ്പുള്ള ആലോചനയാണല്ലോ ഭ്രമയുഗം. ഭ്രമയുഗം എന്നുള്ളതിൻ്റെ ശരിക്കുള്ള സ്ക്രാച്ച്, അതിൻ്റെ ആദ്യ ആലോചന എന്താ? ഭ്രമയുഗം പീരിയഡ് സെറ്റിങ്ങിലൊരു ഹൊറർ സ്റ്റോറി പറയാന്നുള്ളതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആ സ്റ്റോറി പറയണമെങ്കിൽ എനിക്ക് മമ്മൂക്ക വേണം എന്നുള്ള അന്ന് തൊട്ടുള്ള പ്ലാനാണ്. മമ്മൂക്ക ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മയുഗമുള്ളൂ. പക്ഷേ അത് അറ്റ് ദ സെയിം ടൈം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണം. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഒരു സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് എനിക്ക് റിയാലിറ്റി ആക്കാൻ പറ്റിയില്ല. കാരണം ഇതൊരു വലിയ സ്കെയിലുള്ള പടമാണ്, വേറെ ആർട്ടിസ്റ്റ് ഉണ്ട്, സെറ്റ് ഡിസൈൻസ് ഒരുപാടുണ്ട്, എനിക്ക് നല്ല ടെക്നീഷ്യൻസ് വേണം. പക്ഷെ അത് എനിക്ക് ഭൂതകാലമാണ് അതിലേക്കുള്ള റീച്ച് തന്നത്. സോ അത് എനിക്ക് 2017-18 തോന്നുന്നത് എനിക്ക് ആ ഒരു ഐഡിയ വന്ന് തുടങ്ങുന്നത്. ബ്രഹ്മയുഗം ഇങ്ങനെ ഒരു പീരിയഡ് സ്റ്റോറി, ഒരു മനയിലെ കാരണവരുടെ ക്യാരക്ടറായിട്ട് മമ്മൂക്കൊക്കെ വന്നാൽ നന്നായിരിക്കും, അന്നാണ് ഐഡിയ വരുന്നത്. വരയ്ക്കുന്ന ആളാണ് രാഹുൽ തന്നെ. രാഹുലിൻ്റെ സിനിമയെ സംബന്ധിച്ചോളം ഒരു അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ രാഹുൽ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. ശരിക്ക് മമ്മൂക്കയിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഈ പറയുന്ന കൊടുമൺ പോറ്റിക്ക് ഒരു എൻറ്റയർ ക്യാരക്ടർ ഡിസൈൻ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് പോയത്? അല്ല, കംപ്ലീറ്റ് ഡിസൈൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും പ്രായമുള്ള ഒരാളാണ്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്, വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, ഒന്നുകൂടിയുണ്ട്, പിന്നെ മാനറിസത്തിൽ ഇതുമാതിരി പെട്ടെന്ന് ഇമോഷൻലെസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ. സിനിമ കണ്ടവർക്ക് മനസ്സിലാവാതെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ, ബിക്കോസ് ദാറ്റ് ക്യാരക്ടർ ഡസൻ ഹാവ് എനി ഇമോഷൻ. അപ്പോൾ ആ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന മാതിരി ഞാൻ എല്ലാം സ്റ്റോറി ബോർഡ് ചെയ്യാണ്ട് ഞാൻ സെറ്റിലേക്ക് പോകില്ല. എനിക്കെല്ലാം പേപ്പറിൽ ഫസ്റ്റ് കാണണം, എല്ലാം ഡിസൈൻ ചെയ്ത് DOP ആയിട്ട് മാസങ്ങളോളം ഡിസ്കസ് ചെയ്ത് ഈ ഷോട്ട്സ് ഇങ്ങനെയാണ്, ഈ ഷോട്ട്സ് ഇങ്ങനെ വരും, ഈ ഭാഗത്ത് ഈ ട്രാൻസിഷൻ വരും, ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. സെറ്റിൽ പോയ ആക്ച്വലി എക്സിക്യൂഷൻ ലെവലിൽ എന്നാലേ കംപ്ലീറ്റ് സ്റ്റോറി ബോർഡാണ്, കംപ്ലീറ്റ് സ്റ്റോറി ബോർഡ് ചെയ്യും. എല്ലാ ഷോട്ട്സും ക്യാമറ ലെൻസസ് എന്താണ് യൂസ് ചെയ്യുക, ഏത് ഷോട്ടാണ്, മിഡ് ഷോട്ടാണോ, ക്ലോസ് ആണോ, വൈഡ് ആണോ, എല്ലാം വരയ്ക്കും. വരച്ചിട്ട് അത് മേ ബി എനിക്കൊരു സോ ഇനീഷ്യൽ ഭൂതകാലത്ത് അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു പെയിൻ ഫുൾ പ്രോസസ്സാണ്. ഒരു 100 than 117 സീൻസോ മറ്റേ ഉണ്ട്. അതെല്ലാം ഇരുന്ന് വരച്ച് നിയർലി 2 months ഇരുന്ന് വരച്ചിട്ടാണ് അത് അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ പോയി സെറ്റിൽ പോയിട്ട് റിഹേഴ്സ് ചെയ്യും. റിഹേഴ്സ് ചെയ്ത് നമ്മുടെ ADsനെ പ്ലേസ് ചെയ്ത് ക്യാമറ ഷോട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്ത് ഒരു ട്രയൽ മൂവി. ആ ട്രയൽ നമ്മൾ അതേ ക്യാമറ യൂസ് ചെയ്ത്, ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നമ്മൾ വരിക്കശ്ശേരി മനയിലാണ് കുറച്ച് പോർഷൻസ് പോയി ഷൂട്ട് ചെയ്തത്. അപ്പോൾ വരിക്കശ്ശേരി മനയിൽ പോയി ADsനെ പ്ലേസ് ചെയ്ത് നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്തു, DOP ആയിട്ടും. അങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലിൽ അത്രമാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഫിലിം. എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്ലാൻ ചെയ്താലേ ഈ ഒരു ഫോമാറ്റിലേക്ക് ബ്രഹ്മയുഗം നിങ്ങൾക്ക് ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് ഡിസൈൻ വൈസ് ആണെങ്കിലും, അതിൻ്റെ എഡിറ്റ് ട്രാൻസിഷൻ ആണെങ്കിലും, ഷോർട്ട് ഡിവിഷൻ ആണെങ്കിലും, അതിൻ്റെ സ്റ്റേജിങ് ആണെങ്കിലും, ബ്ലോക്കിംഗ് ആണെങ്കിലും,
ആക്ടേഴ്സ് ഷുഡ് ബി ആക്ച്വലി ഫ്രീ ഓൺലി ഫോക്കസ്ഡ് ഓൺ ദ ക്യാരക്ടർ. അപ്പോൾ എനിക്കും അതേ മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി ഇരുന്നിട്ട് പ്ലാൻ ചെയ്ത് കുറേ ഇംപ്രവൈസ് ചെയ്ത് എനിക്ക് അത് പറ്റില്ല. എനിക്ക് ഐ വോണ്ട് എവറിത്തിങ് പെർഫെക്റ്റ്. എനിക്ക് അവിടെ പോയി ഇരുന്നിട്ട് പുതിയത് റീഇൻവെൻറ്റ് ചെയ്യാനുള്ള ടൈമില്ല. സോ ഐ ക്യാൻ ഓൺലി ഫോക്കസ് ഓൺ പെർഫോമൻസ്. ബാക്കി എൻ്റെ എഡീസ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഐ ഹാവ് എ ഗുഡ് ടീം. അവർ പ്ലാൻ. സോ അവർക്ക് എല്ലാവരും തറവാണ് ഈ 2-3 മാസം ഇരുന്നിട്ട്. സോ അതാണ് അതിൻ്റെ. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇതിൽ അങ്ങനെ ഒരു ഇംപ്രവൈസ്ഡ് വേർഷൻ ഈ പറയുന്ന കാലഘട്ടം, പിന്നെ ഈ ഒരു സ്റ്റേജിങ് സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു ഇംപ്രവൈസ് ചെയ്തിട്ട് വേറൊരു, അതായത് നിങ്ങൾ നിർത്തിയ സ്ഥലത്തുനിന്ന് മാറി കളിക്കാൻ പറ്റുന്ന രീതിയിലും അത് ഒട്ടും പറ്റില്ല അതിൽ ആക്ച്വലി. ഇപ്പം ഡയലോഗ്സ് ആണെങ്കിലും ഈ പറഞ്ഞ് ആ ഡയലോഗ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ബ്രേക്ക് ആവും. പൊസിഷനും ബ്രേക്ക് ആവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം പകിട സീക്വൻസിൽ വലിയ ലെങ്തി സീക്വൻസ് ആണ്. അത് മേ ബി അറൗണ്ട് 4 to 6 minutes സീക്വൻസ് ആണ്. സോ അതിൽ തന്നെ പല ആക്സസ് ജമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ഇവിടെ വന്നിട്ട് 2 ഷോട്ട്സ് ഇവിടെ ഇങ്ങനെ ഇത്ര ഡയലോഗ്സ് ഇവിടെ പ്ലസ് ദർ ഇസ് അവിടെ നിന്നൊരു ചെറിയൊരു ബ്രേക്ക് കിട്ടുന്നു. വി ഹാവ് എൻ ആക്സിസ് ജമ്പ് ഇങ്ങോട്ട് മാറുന്നു. അങ്ങനെ മാറുമ്പോഴാണ് അത് ചില പ്രൊഫൈലിലെ ഷോട്ടിൽ സില്ലോയിറ്റ് ആയിട്ട് കിട്ടുന്നതും ക്യാരക്ടറിന്റെ നമുക്ക് പെട്ടെന്ന് ചൂടാവുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത് അങ്ങനത്തെയൊക്കെ ഒരു വിഷ്വൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഡിസൈൻഡ് ആണ് ആക്ച്വലി. ഇപ്പം ഇതിൽ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഇതിലിപ്പം ഞാൻ സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെ ചോദിക്കുന്നത്, ഇപ്പം നമുക്കറിയാം മമ്മൂക്കയുടെ ഇൻട്രോ സീനിൽ തന്നെ അതൊരു വിഷ്വൽ ഡിസൈൻ മാത്രമല്ല, ഒരു ഓഡിയോ വിഷ്വൽ ഡിസൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പം അത് മെതിയടിയുടെ ശബ്ദമാണെങ്കിലും ഊന്നുവടിയുടെ ശബ്ദമാണെങ്കിലും ഈ പറയുന്ന പോറ്റിയുടെ തന്നെ ശബ്ദത്തിന്റെ തുടർച്ചയിലാണല്ലോ പോറ്റിയുടെ വരവ് എന്ന് പറയുന്നത്. അതൊരു ബാക്ക് ഷോട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ടോട്ടൽ സ്റ്റേജിങ്ങിൽ മുതൽ അത് മുറുക്കിയ രീതി, ആ മുറുക്കാൻ ചിരിയിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ രണ്ടാമത് കാണുമ്പോൾ ഈ ക്യാരക്ടറിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന നമ്മൾ പിന്നീട് വെളിപ്പെടുന്ന ഈ ക്യാരക്ടറിനെ ഡീകോഡ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞൊരു ബ്ലെൻഡ് ഉണ്ടല്ലോ. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന 50 വർഷം ഈ പറയുന്ന അഭിനയ പരിചയമുള്ള ഒരു ആക്ടറും ഇപ്പുറത്ത് ഇത് ടോട്ടൽ കൺസീവ് ചെയ്ത രാഹുലുണ്ട്. ഇത് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലെൻഡ് സംഭവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ടോട്ടൽ കൊറിയോഗ്രാഫി എങ്ങനെയാണ് നിങ്ങൾ കൺവിൻസ് ചെയ്തെടുത്തതും അതിലേക്ക് മമ്മൂട്ടി വന്നൊരു മൊമെന്റ് എങ്ങനെയാണ്? അല്ല, ആ സീക്വൻസ് ഇൻട്രോ സീക്വൻസ് എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തന്നെ ആ ബിൽഡപ്പ് കൊടുക്കണം എന്നുള്ളത്. അതും ഈ പറയുന്ന പോലെ കുറച്ച് ലെങ്തി സീക്വൻസ് ആണ്. ഈ 3 പേരെ വെച്ചിട്ട് തന്നെ നമ്മൾ അവരെ തന്നെ ഈ ഡയലോഗ്സ് ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഉള്ള ചെറിയ നുവാൻസസ് ഒക്കെ വെച്ചിട്ടാണ് ആ സീൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൗണ്ടിലാണ് ആരാ എന്ന് പറയുന്ന സൗണ്ടിൽ. അപ്പോൾ അത് തിയേറ്റർ ഡിസൈൻഡ് സാധനമാണ്. അത് ആ ഒരു സ്കോറും സൗണ്ട് ഡിസൈനും അതിൻ്റെ ഷോർട്ട് ഡിവിഷനൊക്കെ അങ്ങനെ വന്നാലേ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു യൂഫോറിയ ഉണ്ടല്ലോ തിയേറ്ററിലേക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് എനിക്ക് വേണം എന്നുള്ളത് മസ്റ്റ് ആയിരുന്നു. സോ ഐ വോണ്ട് ടു ഗിവ് ഹിം ദ മേ ബി ഫോർ മീ ദ ബെസ്റ്റ് ഇൻട്രോ പോസിബിൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറിക്ക്. അപ്പോൾ അതെങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത്. എന്നിട്ട് അത് ബിൽഡ് ചെയ്തിട്ട് അത് എത്ര നേരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വന്നു, ബാക്ക് ഷോട്ട് കാണിച്ചു, സില്ലോരിൽ കാണിച്ചു, നമ്മുടെ വോയിസ് മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് ഇതെല്ലാം കാണുന്നത് ത്രൂ തേവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവ് കൂടെ. സോ തേവൻ ഇസ് അസ്, നമ്മളാണ് ആ തേവൻ, ഓഡിയൻസ് ആണ് തേവൻ. സോ ആ പെർമിഷൻ കൊടുക്കുമ്പോൾ നേരെ നോക്കാം എന്ന് പറഞ്ഞ പെർമിഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ആസ് എൻ ഓഡിയൻസ് വി ആർ ഓൾസോ സീയിങ് ആരാണ് മുന്നിലിരിക്കുന്ന ആളാണ്. സോ അതങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പം അതിലേക്ക് മമ്മൂക്കയെ എത്തിക്കുക എന്നുള്ളത് ഇറ്റ് വാസ് ഓൾ പ്ലാൻഡ്. പിന്നെ ഞാനത് കൺവേ ചെയ്തപ്പോൾ മമ്മൂക്ക നല്ല രസകരമായിട്ട് തന്നെ ആ സീക്വൻസ് ചെയ്തത്. സോ ദാറ്റ് വാസ് ഈസി ആക്ച്വലി. അല്ല, ഈ അതിൽ തന്നെ ഞാൻ ഈ ഓഡിയോയുടെ കാര്യം പറയുന്നത്, നമ്മളെപ്പോഴും എല്ലാവരും മമ്മൂക്കയുടെ ഈ പറയുന്ന മേക്ക് ഓവർ അല്ലെങ്കിൽ റീഇൻവെന്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഗംഭീരമായി തോന്നിയത് മമ്മൂക്കയുടെ ഒരു നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദാഭിനയം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സൗണ്ടിൽ മമ്മൂക്ക നടത്തുന്ന ഒരു റീഇൻവെന്റിങ് സംഗതിയുണ്ട്. അതായത് ഈ പറയുന്ന അകത്തെ ഒരു അശരീരി പോലത്തെ ഒരു ശബ്ദമായി വരുന്നിടത്ത് മുതൽ ഈ പറഞ്ഞ് വന്നിരുന്നതിന് ശേഷം അല്ലെ പൂമണി ഇത് അറിയോ എന്ന് ചോദിക്കുന്ന മൊമെന്റിൽ മുതൽ ഈ പറയുന്ന അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ മുതൽ ആ പറയുന്ന എനിക്ക് തോന്നുന്നത്
അവിടെ പോലും ഞാൻ പിന്നീട് കാണുന്ന സമയത്ത് അവിടെ പോലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ പറയുന്ന ഡ്യുവൽ എന്ന് പറയുന്ന സിനാരിയോയുടെ ട്രാൻസ്ഫോർമേഷൻ അവിടെ പോലും ഉണ്ട്. അവിടെ ഈ പറഞ്ഞ ഒരു സൗണ്ടിൽ മമ്മൂക്ക നടത്തുന്ന ഒരു എൻറ്റയർ പ്ലേ എന്ന് പറയുന്നത്, അത് ഈ ഇനീഷ്യൽ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ശബ്ദാഭിനയത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന വോയിസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഡയലോഗ് ഡെലിവറിക്ക് അതിന് ഈ ഒരു റിതമിക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ കൂടി ഡിസ്കസ് ചെയ്തിരുന്ന സിനാരി ഉണ്ടോ? ഉണ്ടായിരുന്നു. ആക്ച്വലി മമ്മൂക്ക അടുത്ത് ക്യാരക്ടർ പറയുമ്പോൾ തന്നെ മമ്മൂക്ക അത് പിടികിട്ടി, എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മമ്മൂക്കയുടെ മൈൻഡിൽ അത് ഇങ്ങനെ കുറച്ച് മാസങ്ങളോടെ അതിങ്ങനെ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്രെയിനി വോയിസും അതൊക്കെ മമ്മൂക്ക ഡബിൽ ചെയ്യുന്ന ഒരു ശബ്ദം ചെറിയ ചെറിയ സാധനങ്ങൾക്ക് വരുന്നതൊക്കെ മമ്മൂക്ക ഡബിലൊരു മാജിക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം ഒരുപാട് ഫിലിം മേക്കേഴ്സ് പറഞ്ഞു മമ്മൂക്ക ഡബിൽ പൊളിക്കും, ഭയങ്കര സംഭവമാണ്. എനിക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. നമ്മൾ ഉള്ള സീനിനെ ഭയങ്കരമായിട്ട് അത് എലവേറ്റ് ചെയ്ത് തന്നു എനിക്ക് അത്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ കുറച്ച് നമുക്ക് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ ഡബിങ്ങിന്റെ സമയത്ത് എനിക്കൊന്ന് ഇത് ഭയങ്കര ന്യൂആൻസസ് ഈ ക്യാരക്ടറിന്റെ നമ്മൾ പറയില്ല ഒരു തരം ഡീറ്റെയിലിംഗ് ആണല്ലോ. ഇപ്പൊ ഈ ഞാനത് പറയാന്ന് വെച്ചാൽ പിന്നീട് ഒരു ദിവസം ഒരു OTT ഒക്കെ വന്നിട്ട് ആളുകൾക്ക് സ്ക്രീൻ ഗ്രാബ് ഒക്കെ വേറെ എടുക്കാൻ പറ്റുന്ന മൊമെന്റിൽ ഈ പറഞ്ഞ മുറുക്കുന്ന അതിന്റെ ഒരു താളമുണ്ട്. ആ താളത്തിൽ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഒരു ക്യാരക്ടറിനെ എക്സ്പോസ് ചെയ്യണം. നമ്മൾ പിന്നെ ഞാൻ റിവേഴ്സ് മോഡലിൽ റീവിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ക്യാരക്ടറിനെ പിടികിട്ടി വരികയാണ്. എന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കുന്നില്ല. മറ്റേ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്ന പോലെ അത് ഒളിച്ചു വെക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ അത്രയും ഇൻവോൾവ് ആയിരുന്നു ഈ ക്യാരക്ടറിലേക്ക്. നമുക്ക് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കയറിയ ഒരാളായിരുന്നു. പിന്നെ ബോഡി ലാംഗ്വേജ് അത് നമുക്കറിയാം. സംസാരിക്കുമ്പോൾ തന്നെ മമ്മൂക്ക അത് ഭയങ്കരമായിട്ട് അത് സെറ്റിൽ എക്സ്പ്രസ് ചെയ്യും. അത് നമുക്കറിയാം. അത് ഇപ്പോൾ മുറുക്കാൻ കൊടുക്കുന്ന സീക്വൻസ് ആണെങ്കിൽ പോലും ഞാൻ ഒരു വേഷം പറയുമ്പോൾ നമുക്ക് അത് അങ്ങനെയല്ല, അത് നമുക്ക് ഇങ്ങനെ ചെയ്യണം, കുറച്ച് ചുണ്ണാമ്പൊക്കെ തേച്ച് അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. അത് മമ്മൂക്കയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആ ക്യാരക്ടർ ഇത്രയും പവർഫുൾ ആയിട്ട് വരുന്നത്. ബിഗ് ബി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ മൊമെന്റ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു യുഫോറിയ തന്നെ. അതായത് ഇപ്പം ബിലാല് ഈ പറഞ്ഞ മേരി ടീച്ചറുടെ പിന്നെ സംസ്കാര ചടങ്ങിലേക്ക് കയറി ബാക്ക് ഷോട്ടിൽ വന്ന് അതിൻ്റെ ആൾക്കൂട്ടത്തിന് ഭാഗമായി വരുമ്പോൾ കിട്ടുന്ന ഏതാണ്ട് അതേ ഇമ്പാക്റ്റ് പോലെ തന്നെ നമ്മൾ പറയാം ഇതിലൊരു പിന്നെ സൈക്കോളജിക്കൽ ഹൊറർ സ്വഭാവമുള്ള സിനിമയാണ്. തിയേറ്റർ ഡിസൈൻ ചെയ്താൽ പോലും ഒരു എക്സ്പെരിമെന്റൽ ടോൺ കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ആ സിനിമയിൽ പോലും ഇങ്ങനൊരു സാധ്യത അപ്ലൈ ചെയ്യാം എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ഒരു മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു വലിയ സൂപ്പർ സ്റ്റാർ ഉള്ള ഒരാളാണ് അഭിനയിക്കുന്നത്. അവിടെ ഈ പറയുന്ന മാസ് അപ്പീൽ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് എന്ന് കരുതിക്കൂട്ടി തീരുമാനിച്ചാണ്. സോ അതാണ് ഇത് തിയേറ്ററിന് ഡിസൈൻ ചെയ്തത്. സോ ഹൗ ഡു യു ഗിവ് ദാറ്റ് ഫാൻ മൂവ്മെന്റ്? അത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? ഇത്രയും ആൾക്കാർ തിയേറ്ററിൽ ഇരുന്നിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ആ സീനിന് വേണ്ടിയിട്ട്. എത്രയോ മിനിറ്റിന് ശേഷമാണ് മമ്മൂക്കയുടെ എൻട്രി. സോ ഹൗ ഡു ഐ ഡെലിവർ ദാറ്റ് ഫാൻ മൂവ്മെന്റ്? ആ ക്ലാപ്പ് മൂവ്മെന്റ് എങ്ങനെ, അത് എത്ര നേരം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും? സ്ട്രെച്ച് ചെയ്തിട്ട് അത് എങ്ങനെ ബിൽഡ് ചെയ്ത് പല ലെയേഴ്സിൽ കൊണ്ടുവന്ന് പിന്നെ ആ ഒരു മൂവ്മെന്റിൽ എങ്ങനെ നമുക്ക് ഒരു ഗൂസ് ബം മൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും തന്നെയാണ് എൻ്റെ ഇൻറ്റൻഷൻ. അത് വിത്ത് എ പെർഫെക്റ്റ് സൗണ്ട് ഡിസൈനും സ്കോറും പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസും പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിൻ്റെ എല്ലാം കൂടെ ആകുമ്പോൾ അത് ആ സീന് ഭയങ്കരമായിട്ട് എൻഹാൻസ് ആയിട്ട് വന്നു. അത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് തന്നെയാണ് അത്. ഇപ്പോൾ മമ്മൂക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 400-ൽ പരം സിനിമ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ ഹൊറർ സിനിമ ചെയ്ത ആളുകൾ കൂടിയാണ്. അത് ഹൊറർ ജോണറിൽ മമ്മൂക്കയുടെ സിനിമകളില്ല എന്ന് പറയാം. അങ്ങനെ എടുത്തു പറയാനുള്ള സിനിമകളില്ല. ഈ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഈ പിന്നെ ഇതുകൂടി മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഒരു ഹൊറർ സിനിമയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ വരുന്നു, അല്ലെങ്കിൽ പുള്ളിക്ക് അതിൽ സ്വാഭാവികമായിട്ടൊരു എക്സൈറ്റ്മെന്റ് കൂടുതൽ വരും. കാരണം ഹൊറർ സിനിമയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, നമ്മളത് സ്പോയിലറായി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനുള്ള ഒരു യുണീക്നെസ്സും അങ്ങനെയാണല്ലോ. അതാണ് ഞാൻ മോർ ദാൻ എ ഹൊറർ ഫിലിം മമ്മൂക്കയും കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം, ആ ക്യാരക്ടറിനെ എങ്ങനെ ടെറിഫിക് ആക്കാം എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് തോട്ട്. അപ്പോൾ മമ്മൂക്കടുത്ത് പിച്ച് ചെയ്യുമ്പോഴും ഹൊററിനെക്കാട്ടിലും ഈ കൊടുമ്പൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്തൊക്കെ ചെയ്യും, പുള്ളിയുടെ ഗ്രാഫ് എന്താണ്, പുള്ളിയുടെ ആർക്ക് എന്താണ്, പുള്ളിയുടെ ബിൽഡപ്പ് തൊട്ടുള്ള ടുവേഴ്സ് ദി എൻഡ് വരെയുള്ള ഒരു ചെറിയ ചെറിയ സട്ടിൽ പരിപാടിയാണെങ്കിലും അതിൻ്റെ മാനറിസം ആണെങ്കിലും അതൊക്കെ എന്താണെന്നുള്ളതാണ് എൻഹാൻസ് ചെയ്യാൻ നോക്കിയത്. സോ മോർ ദാൻ എ ഹൊറർ ഫിലിം ഐ വാസ് ഫോക്കസ്ഡ് ഓൺ ബ്രിങ്ങിങ് ദാറ്റ് ക്യാരക്ടർ ഇൻ ടു മേക്കിംഗ് ഇറ്റ് മോർ ബിലീവബിൾ. ഒരു
കാരണം മോസ്റ്റ് ഓഫ് ദ സീക്വൻസ് ഇപ്പോൾ തേവനും കൊടുമൻ പോറ്റിയും കൂടെ സംസാരിക്കുന്നതിൽ ഇറ്റ്സ് അബൌട്ട് ടെൻഷൻ മോർ ദാൻ ഹൊറർ. ഇറ്റ്സ് ഓൾ അബൌട്ട് ടെൻഷനാണ്, അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഭയങ്കരമായിട്ടുള്ളത്. അപ്പോൾ അതിലായിരുന്നു എൻ്റെ കൂടുതലും ഫോക്കസ്. അതുകൊണ്ടാണ് ആ ക്യാരക്ടേഴ്സ് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കും. അത് സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ചെറുതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആ ക്യാരക്ടറിന് ഡെപ്ത് കൊടുക്കാൻ പറ്റിയതുകൊണ്ടാണ്. എനിക്കൊന്ന് രാഹുലിന്റെ കഴിഞ്ഞ പടത്തിൽ നോക്കിയാൽ ലാസ്റ്റ് 15 മിനിറ്റ്സ് ഒരു ഫിനാലെ മോഡലാണ്. ഈ സിനിമയിലേക്ക് നോക്കി കഴിഞ്ഞാലും കൈൻഡ് ഓഫ് ഫിനാലെ, കാരണം വെച്ചാൽ ഇതിന് എങ്ങനെയാണ് ഈ പറയുന്ന പവർ ഡൈനാമിക്സ്, അതിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്ന ഈ ഫിലിം മേക്കർ പറയാവുന്ന അയാളുടെ ഒരു POV അതിലേക്ക് പ്ലേസ് ചെയ്യാനുള്ളൊരു, എന്നാൽ ആ ജോണറിനെ കംപ്ലീറ്റ് നശിപ്പിക്കാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാതെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. എനിക്കൊന്ന് ഈ രണ്ട് സിനിമകളുടെയും അതൊരു യുണീക്ക് പ്ലേ ആവണമെന്ന് നിർബന്ധം പിടിച്ചത്. എനിക്ക് ടുവേഴ്സ് ദി എൻഡ് ആ ബിൽഡപ്പ് കൊണ്ടുപോയിട്ടൊരു there has to be a spectacle moment. അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. ഇത് ഫസ്റ്റ് ഇപ്പോൾ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 മിനിറ്റിലും 3 മിനിറ്റിലൊക്കെയാണ്. അത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെയായിരുന്നു. ഇപ്പോൾ അത്രയും നേരം പോലും നമ്മളെ ഓഡിയൻസിനെ ഇരുത്താനുള്ള അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് ഇരുത്താനുള്ള ടൈമില്ല. ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ് അവർ. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ളൊരു ടൈമിൽ നമുക്ക് എങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അതിനിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ടുവേഴ്സ് ദി എൻഡ് ആ ഒരു സ്പെക്ടക്കിളിലേക്ക് എത്തിക്കാവുന്നതാണ്. ഭൂതകാലം ഇസ് ഓൾസോ വൺ എക്സാമ്പിൾ. പക്ഷെ അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റെവലേഷൻ ഉണ്ടായി, അവിടെ ഒരു റെസൊല്യൂഷൻ ഉണ്ടായി. അമ്മയും മകനും തമ്മിലുള്ള ഒരു ഡൈനിങ് ടേബിൾ മൊമെന്റിൽ, ആ ഡൈനിങ് ടേബിൾ മൊമെന്റിൽ അവരൊന്നായി. ദെൻ ദി ഓഡിയൻസ് ഇസ് ഓൺലി തിങ്കിങ് ഓഫ് ഇവരൊന്നായി, ഇനിയിപ്പോൾ പുറത്ത്. അതെ, അപ്പോൾ ആ ടെൻഷനാണ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഒരു 15 മിനിറ്റ്സിലേക്ക് നമ്മൾ കൊണ്ടെത്തിയത്. ഇവിടെയും അതുമാതിരി ഒരു ടെൻസ്ഡ് മൂവ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ടിക്കിംഗ് ബോംബ്, എന്ത് സംഭവിക്കുന്നുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ഫിലിംസിലും എല്ലാം അപ്ലൈ ചെയ്തൊരു ഫോർമുല തന്നെയാണ് ടുവേഴ്സ് ദി എൻഡ് എങ്ങനെ നമുക്കൊരു സ്പെക്ടാക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി എ ടെയിൽ എൻഡ്. അപ്പോൾ ഭൂതകാലത്തിലും അങ്ങനെ ഒരു ചെറിയൊരു ടെയിൽ എൻഡ് ഉണ്ടായിരുന്നു, ഓഡിയൻസ്. അതാണ് അതിൽ എനിക്ക് ഒരുപാട് പേർക്ക് മനസ്സിലായെന്ന് അറിയില്ല. ബട്ട് ഭൂതകാലത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും പോയി. നമ്മൾ ലാസ്റ്റ് ആ വീട്ടിൻ്റെ ഉള്ള ക്യാമറ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിരിക്കുക. തുടക്കവും സ്റ്റാറ്റിക് ആയിരുന്നു ടുവേഴ്സ് ദി എൻഡ്. അപ്പോൾ അതിൽ ജോർജ് എന്ന് പറഞ്ഞ കഥാപാത്രം സൈജു കുറുപ്പിൻ്റെ അദ്ദേഹം ലോക്ക് ചെയ്ത് പോയി. ഗേറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നു, വണ്ടിയുടെ സൗണ്ട് എല്ലാം പോയി. സോ എവ്രി വൺ ഇസ് ഗോൺ അവേ. ലൈക്ക് ദ ക്യാരക്ടേഴ്സ് ഹാവ് ഗോൺ, ദ സൗണ്ട്സ് ഹാവ് ഗോൺ, എല്ലാം ഗോൺ. ബട്ട് വി ആസ് എൻ ഓഡിയൻസ് വി ആർ സ്റ്റക്ക് ഇൻസൈഡ് ദാറ്റ്. അതാണ് അതിൻ്റെ ദ ലാസ്റ്റ് ഷോട്ട്. ഇതേമാതിരി ബ്രഹ്മയുഗം നോക്കിയാലും ദർ ഈസ് എ പെർട്ടിക്കുലർ ഷോട്ട് വെയർ ഹി ഈസ് ലുക്കിംഗ് അറ്റ് യു. സോ അത് ഒരു ടൈലൻഡ് മസ്റ്റാണ് ഇങ്ങനത്തെ ഫിലിംസിന്. സോ അതാണ്. ഇപ്പം രാഹുൽ ലണ്ടനിലെ ഫിലിം സ്കൂളിൽ പഠിച്ചു, അതിനുശേഷമാണ് മലയാളത്തിൽ വന്നിട്ട് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ സിനിമ നോക്കിക്കഴിഞ്ഞാലും എങ്ങനെ ഇതിനെ നമ്മളിതിനെ കണ്ടന്റ് ലോക്കലൈസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പം റെഡ് റെയിൻ്റെ സമയത്ത് വന്നപ്പോഴും എനിക്ക് തോന്നുന്നത് അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ ഇവിടെ അങ്ങനെ ഒരു ശാസ്ത്ര പ്രതിഭാസമാണ്, ചുവന്ന മഴ പെയ്യുന്നു എന്നൊക്കെ പറയുന്ന സിനാരിയോ കണക്ട് ചെയ്തിട്ടാണ് ഒരു ഐഡിയ തന്നെ ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ഉറപ്പായും അത് എനിക്കൊന്ന് രാഹുലിന് പോലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമാറ്റിക് വേർഷൻ ആയിരിക്കില്ല, ഒരു എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്തൊരു സിനിമയാണെന്നുള്ളത്. എന്നാൽ പോലും മലയാളത്തിലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഈ ഞാൻ എപ്പോഴും പറയുന്ന ലോക്കലിലേക്ക് ഗ്രൗണ്ട് ചെയ്തല്ല, അവിടെ ഒരു ഹൊറർ എന്ന് പറയുന്ന ഒരു സ്പേസിന്റെ സാധ്യത ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ഏറ്റവും കുറഞ്ഞ പരീക്ഷണം നടത്തിയിട്ടുള്ളതും ഈ പറയുന്ന ഒരു മീഡിയം എന്നുള്ള രീതിയിൽ വലിയ പരീക്ഷണം ഒട്ടും നടന്നിട്ടില്ലാത്തതും ഹൊററിലാണ്. ആ സാധ്യത കണ്ടത് എവിടെയാ? അത് ഒരുപാട് അങ്ങനത്തെ സിനിമ ഒരുപാട് കാണാൻ ഇഷ്ടമാണ്. ആ ജോണറിനോട് ഭയങ്കര എനിക്ക് അങ്ങനത്തെ ബുക്സ് വായിക്കാറുണ്ട്, അങ്ങനത്തെ ഫിലിംസ് കാണാറുണ്ട്. ഈ റെഡ് റെയിൻ എന്ന് പറഞ്ഞ ഫിലിം എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. പക്ഷെ അത് ഇത് പറഞ്ഞ മാതിരി എനിക്ക് തിയേറ്റർ റിലീസ് ആയിരുന്നു, ബട്ട് അങ്ങനെ അറ്റൻഷൻ കിട്ടിയില്ല. പക്ഷെ അത് 2013 അത് ഫിലിം അക്കാഡമിയിൽ വന്ന് കഴിഞ്ഞ ഉടനെ ചെയ്തൊരു ഫിലിമാണ്. അന്ന് ഞാൻ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അത് റിലീസായ ഉടനെ അത് ഓഡിയൻസിൻ്റെ പൾസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അത് ഫെയിലിയർ ആയത്. അപ്പോൾ അത് ഗ്രൗണ്ട് ലെവൽ സ്ക്രിപ്റ്റിങ്ങിൽ തന്നെ ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ. അപ്പോൾ ഇന്ന് എനിക്ക് ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് ഐ ഗോട്ട് ടു അനലൈസ്. അതുകൊണ്ടാണ് ഇന്ന് മമ്മൂക്ക ആ സീനിലേക്ക് വരുമ്പോഴും കൈയടി കിട്ടുന്നത്, പല മൂമെൻറ്റ്സിലും നമുക്ക് ക്ലാപ്സ് കിട്ടുന്നത്. സോ അന്ന് ഐ വാസ് ഇൻ എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്.
ഈ ജോണറിലേക്ക് വരുമ്പോൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കഥകളും ഒരുപാട് നമുക്ക് പറയാം. അത് നമ്മൾ വെസ്റ്റേൺ ഫിലിംസ് എടുത്ത് നോക്കിയാൽ ദേ ആർ തിങ്കിങ് ക്രേസി ഐഡിയാസ്. നമ്മൾ വി ആർ നോട്ട് ഏബിൾ ടു തിങ്ക് ഓൺലി. അതാണ് ഒരു ഹ്യൂജ് ഡിഫറൻസ്. സോ യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരു 2 മണിക്കൂറിന് ആൾക്കാരെയൊക്കെ മറന്ന് ഈ ലോകത്തിലേക്ക് അവരെ എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിൽ ഹൊറർ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. പിന്നെ മോർ ദാൻ ദാറ്റ് വിഷ്വൽ ലാംഗ്വേജിൽ ആർട്ടിസ്റ്റ് പോലും ഇല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെല്ലിങ് വെരി യുണീക്ക് സ്റ്റോറി. ജസ്റ്റ് മൂവ്മെന്റിൽ പോലും നമുക്കൊരു ബിൽഡപ്പും സസ്പെൻസും കിട്ടും. ആർട്ടിസ്റ്റ് പോലും വേണ്ട. അതൊക്കെ ഹൊററിനുള്ള ജോണറിൻ്റെ ഒരു ബെനിഫിറ്റാണ്. സോ അത് വേറെ ഏത് സ്പേസിലും അത് കിട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹൊററിൽ സ്ട്രൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ, എനിക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറയാനുള്ള ഇപ്പം അത്തരം സിനിമ കാണുന്നത് ഒരു പ്രധാനപ്പെട്ടായിരിക്കും. അല്ലാതെ ഒരു പേഴ്സണൽ ഫാക്ടർ ഉണ്ടോ? അങ്ങനെയില്ല. എനിക്കത് ഈ പറഞ്ഞ മാതിരി ഇമോഷൻസ് കണക്റ്റ് ആവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഹൊറർ. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ ഫേവറേറ്റ് ഫിലിം മണിച്ചിത്രത്താഴ് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നത്. സോ അതാണ് ഭൂതകാലം എടുത്താലും ഇമോഷനിലാണ് കുറേയും കൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്താണ് അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മേ ബി അതർ ഫാക്ടേഴ്സ് എല്ലാം ഇതിന് സപ്പോർട്ടാവും. സെയിം വിത്ത് ബ്രഹ്മയുഗത്തിൻ്റെ തേവൻ്റെ നമ്മുടെ ഇമോഷണൽ ആ പെർസ്പെക്റ്റീവ് കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയിൽ തന്നെ ഏറ്റവും ഇമോഷണൽ പോയിന്റ് വന്നിട്ട് ആ അമ്മയെക്കുറിച്ച് പറയുന്നത് മറ്റേ പുള്ളിക്ക് അറിയാവുന്നല്ലോ അമ്മയെക്കുറിച്ച് അല്ലെ, ഈ മറ്റേ ഒരു റൂം ഉണ്ടല്ലോ ഭരണിയൊക്കെ മറച്ചു വെച്ചിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന്, അതാണ് ആകെ ഒരു ഇമോഷണൽ പോയിന്റ്. സോ ദാറ്റ്സ് ബിക്കോസ് നമുക്ക് അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സോ അതിലേക്ക് ഹുക്ക് ചെയ്യുക, എന്നാൽ ദെൻ ഓൺലി ഓഡിയൻസ് വിൽ ബി ഇവൻ രക്ഷപ്പെടണം, ഇവൻ ഇതാകണം എന്നുള്ള ഒരു ഇന്റൻഷൻ. പുള്ളിയോട് നമുക്കൊരു എമ്പതി തോന്നുന്ന. അതെ അതെ. അപ്പൊ എനിക്കൊന്ന് വിനു എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് ആദ്യം നോക്കുമ്പോൾ വിനുവിനൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന അമ്മയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ, പിന്നെ എനിക്കൊന്ന് ഇവരെ കണക്ട് ചെയ്തല്ലേ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇവരെ കണക്ട് ചെയ്ത് നമ്മുടെ ഒരു എമ്പതി അങ്ങോട്ട് കൊടുക്കുക. ഡെഫിനറ്റ്ലി അതൊരു എത്രമാത്രം പേഴ്സണൽ ആക്കാൻ പറ്റുമോ ആ സിറ്റുവേഷൻ, അപ്ലൈ ഒരു ഫിലിം കുറച്ചും കൂടെ വൈഡർ ഇതിലേക്ക് ഒരു യൂണിവേഴ്സൽ ആവാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ട് എനിക്ക് ഭൂതകാലത്തിൻ്റെ വലിയൊരു ഇൻസ്പിറേഷൻ മമ്മൂക്കയുടെ തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിലുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ, അതെങ്ങനെ ആ ക്യാരക്ടർ ഫേസ് ചെയ്യുന്നു എന്നുള്ള, അതേമാതിരിയാണ് ഈ വിനുവും ആശ എന്ന് പറഞ്ഞ കഥാപാത്രം അവർ ഫേസ് ചെയ്യുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടല്ലോ. ഒരു അറ്റ് എ പോയിന്റ് ആരും വിശ്വസിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു അവരുടെ റെസൊല്യൂഷനാണ് അത് ക്രക്സ് ഓഫ് ദ സ്റ്റോറി. ഇപ്പം ലണ്ടനിൽ ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാൾ ഇപ്പം വെസ്റ്റേൺ ഫിലിംസ് കാണുന്നു. ഇപ്പം ഞാൻ തന്നെ സത്യജിത് റായിയെയും തർക്കോസ്കിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു യുണീക്ക് സ്റ്റോറി ടെല്ലിങ്ങിനോട് താല്പര്യമുള്ളവരാണ്. അങ്ങനെ എത്രയോ പേരുടെ നെയിം ഡ്രോപ്പ് ചെയ്യുന്ന രാഹുൽ പല ഇൻ്റർവ്യൂലായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റോറി പ്ലേസ് ചെയ്യുന്ന സമയത്ത് റൂട്ടൊരു ഫാക്ടറാണ്. പാലക്കാടുള്ള ആളാണ് രാഹുൽ. ഇപ്പം ഇതിൽ നമ്മൾ പറയുകയാണെങ്കിലും മന എന്ന് പറയുന്നത് നമ്മുടെ സിനിമ പ്ലേസ് ചെയ്ത രീതിയിൽ പോലും അല്ല. മന എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് ഈവിളിനെ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് മന അതിന്റെ സ്ട്രക്ചർ. പിന്നെ കാഴ്ചയിലും ആ മന എന്ന് പറയുന്നത് അതിന്റെ ഒരു പൗരാണികത, വന്യത, അതിന് എനിക്കൊന്ന് ആ മനയുടെ സ്പേസിൽ തന്നെയാണ് കംപ്ലീറ്റ് അതിന്റെ പ്രകൃതി ഉള്ളത്. ഈ പറയുന്ന അതിന്റെ വെള്ളം, മഴയ്ക്ക് ശേഷമുള്ള വെള്ളം കാണിച്ചത് അതൊരു കാലവർഷത്തിന്റെ തുടർച്ചയിൽ കാണിക്കുന്ന പോലെയാണ്. പിന്നെ അതിന്റെ ഒരു ടോട്ടൽ ഡിസൈനിലാണ്, വിഷ്വൽ ഡിസൈനിലാണെങ്കിൽ അതിന്റെ ചുറ്റുപാടൊക്കെ കാണിച്ച് അതിനുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത് ഒക്കെ ആ രീതിയിലാണ് സംഗതി ചെയ്യുന്നത്. അപ്പോൾ ഈ കേരളത്തിന്റെ റൂട്ടിൽ ഓരോ സംഗതികൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു ബേസിക് റിസർച്ച്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു 1.5 വർഷമെങ്കിലും പ്രീ നടത്തിയിട്ടുള്ള പടമാണ്. ഡെഫിനറ്റ്ലി അത് 1.5 വർഷം പ്രീ പ്രൊഡക്ഷൻ ഒരുപാട് ടൈം എടുത്തു. കാരണം എനിക്ക് റൈറ്റിങ്ങിൽ കുറേ കൂടെ സമയം എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞ് എനിക്ക് നോക്കണ്ട. അത് സ്ക്രിപ്റ്റ് ലോക്കായി കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് നോ ടേണിംഗ് ബാക്ക്. പിന്നെ ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണോ എഴുത്തിലേക്ക് പോവാം? ഞാൻ ഫസ്റ്റ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് ഞാൻ എൻ്റെ ഡയലോഗ്സിലേക്ക് പോകുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ ചെറി ഓൺ ടോപ്പ് ഓഫ് എ ഡെസേർട്ട്. അങ്ങനെയാണ് ഡയലോഗ്സിന്റെ ഒരു വേർഷനിലേക്ക് എത്തുമ്പോഴേക്കും ആവശ്യം വരുന്നുള്ളൂ അല്ലേ. അപ്പോഴാണ് അതിനെ ആ ഒരു സീനിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനാണ് ഡയലോഗ്സ്. അപ്പോൾ ഈ റിസർച്ച് ബേസ്ഡ്
റിസർച്ച് മാക്സിമം നമുക്കൊരു ഫിലിമിന് ചെയ്യാൻ പറ്റും, അത് ബെനിഫിറ്റ് ചെയ്യും. ഇപ്പോൾ ഭൂതകാലത്തിനാണെങ്കിലും ഐ ഡിഡ് റിസർച്ച് ഓൺ മെൻ്റൽ ഹെൽത്ത്, സൈക്കോളജി, ഇങ്ങനെ സ്റ്റഡി പറ്റുന്നതല്ല, നമ്മൾ എല്ലാവരും പോയി കാണുന്നതല്ല, പറ്റുന്നത് മെറ്റീരിയൽസ് റീഡ് ചെയ്യാൻ പറ്റും, ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിലും എനിക്ക് ആ കാലഘട്ടം എന്തായിരുന്നു, 18ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ട്, അത് അവരെന്ത് ഡ്രസ്സാണ് ഇട്ടത്, എന്ത് ലാംഗ്വേജാണ് സംസാരിക്കുക, എന്ത് ഭക്ഷണമാണ് കഴിക്കുക, എന്തൊക്കെ പച്ചക്കറികളാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെ. ആരോ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ കപ്പയല്ല, അത് കാച്ചിലായിരിക്കും, ചേമ്പായിരിക്കും, കാരണം വെച്ചാൽ അന്ന് കപ്പ വന്നിട്ടില്ല എന്ന് വരെ ആ ഡിസ്കഷൻ വരെ. അത് പിന്നെ ഞങ്ങളെ ആർട്ട് ജ്യോതിഷേട്ടനാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. അപ്പൊ ഈ കാണാത്തൊരു വെജിറ്റബിൾ ഒക്കെ ഉണ്ടാക്കി അത് പൊളിച്ച് വലുപ്പത്തിലല്ലേ ഒരു കുമ്പളങ്ങയല്ല ഒരു സാധനം എടുത്ത്. അല്ല, ഞാൻ വിചാരിച്ചു ഇതെന്ത് കായാണെന്നേ, അതെന്ന് ഈ പാത്രത്തിന് പുറത്ത് വലുപ്പം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു റിസർച്ച് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് പിന്നെ എനിക്കൊരു റൈറ്ററുടെ ഹെൽപ്പ് വേണം തോന്നി. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് ബേസിക്കലി കഥ പൊതുവെ എഴുതുന്നത്. ഇംഗ്ലീഷിലൊരു ഫോമാറ്റ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു 2-3 ഡ്രാഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഭൂതകാലം എല്ലാം അങ്ങനെ തന്നെ ചെയ്തത്. ഭൂതകാലത്തിലും കോറേറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇതിലെനിക്ക് ഒരു സാറേമാരി ടി ഡി രാമകൃഷ്ണൻ സാറേമാരി എനിക്ക്, അപ്പോൾ സാറെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ സാറും കൂടി ഇരുന്ന് പിന്നെ അതിൽ ഒരു 3 months ഇരുന്ന് എൻ്റെ ഡയലോഗ്സ് മൊത്തം റിഫൈൻ ചെയ്തതാണ് ഈ ഡ്രാഫ്റ്റിലേക്ക് എത്തിയത്. സോ റിസർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏത് രീതിയിലുള്ള കഥ പറയുന്നു എന്നുള്ളതാണ് അതിൽ. കോമഡി ഫിലിമോ റൊമാൻറ്റിക് ഫിലിമിലോ എനിക്കറിയില്ല, അത്ര മാത്രം വേണമെന്ന്. ബട്ട് ഇങ്ങനത്തെ സിനിമയിൽ ഈ സ്പേസിൽ വീഴുന്ന സിനിമയ്ക്ക് ഇത് റിസർച്ച് ചെയ്താൽ നല്ല. ഇപ്പം ഭൂതകാലാണെങ്കിലും ഇതാണെങ്കിലും പലപ്പോഴും നമ്മളൊരു ജോണറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അതിൽ ഒരുപാട് മിക്സ് കയറി വന്നിട്ട് ഒരു ജോണർ മിക്സ് പോലെ ആവാറുണ്ട്. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ അതിലേക്ക് ആഡ് ഓൺ ആയിട്ടാണ് ബാക്കി സിനാരിയോ വരുന്നത്. പിന്നെ അതേസമയം തന്നെ ഇപ്പം അടുക്കള, അവിടുത്തെ ഒരു വൃത്തിഹീനമായ സാഹചര്യം, അതിനോടൊരു അറപ്പും ഭീതിയും. എനിക്കൊന്ന് ഭയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഈവിൾ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇരുട്ടിട്ട മുറിയിൽ പെട്ടെന്ന് ഒരു ജംപ് സ്കെയർ വരുന്ന സിനാരിയോ അല്ല, മറ്റൊരുപാട് പ്രോപ്പർട്ടീസിലൂടെ ഒരുപാട് ഫാക്ടേഴ്സിലൂടെ കൊണ്ടുവരിക എന്നുള്ളത് പ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന കരിങ്കോഴിയെ ഈ പറയുന്നത് എങ്ങനെയാണ് അടുക്കളയിലേക്ക് വരുന്നത് മുതൽ അതിന്റെ പ്രിപ്പറേഷൻ എല്ലാം ഒരു തരത്തിൽ ഈ പറയുന്ന ഒരു അറപ്പോ ഭയം, അല്ലെങ്കിൽ ഈ മദ്യം മാറ്റിയെടുക്കുന്ന സീനാണെങ്കിൽ പോലും നമ്മളിത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്, ഇത് എന്താണ് എടുക്കുന്നത് പിന്നെ മനസ്സിലാവും. അതിലൊക്കെ ഈ പറയുന്ന ഒരു തരം ഭയത്തിന്റെ അടര് വെക്കുക എന്നുള്ളതേ, അത് അകത്തേക്ക് പോകുമ്പോൾ എനിക്കൊന്ന് ആ നെല്ലൊക്കെ മാറ്റി ഇതിന് താഴെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നൊരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ഈ അടുക്കളടക്കമുള്ളൊരു തീമിനെ പ്ലേസ് ചെയ്യുക, അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പ്ലാനും അത് ഈ ഇനീഷ്യൽ സ്ട്രക്ചറിന്റെ തുടർച്ചയാവുന്നതാണ്. തീർച്ചയായും അത് അത്രയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ അവിടെ പ്ലേ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കിച്ചൺ ആണെങ്കിൽ പോലും അതിൽ ഭയങ്കര നാസ്റ്റി ആയിട്ടുള്ള സ്റ്റീക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു വൃത്തി ഇല്ലാത്തൊരു സ്ഥലം. അതിൻ്റെ ഉള്ളിൽ തന്നെ വേലക്കാരെ തുപ്പുന്നുണ്ട്, പാചകം ചെയ്യുന്നുണ്ട്, പൊട്ടിച്ച് ഇടുന്നതടക്കം തന്നെ നമ്മൾ കാണാൻ അത്രയും ഒരു വൃത്തിയില്ലാണ്ട് ചെയ്യുന്നത്. സോ ആ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്താൽ ആർട്ടിസ്റ്റിന് അവിടെ പ്ലേ ചെയ്യാൻ ഒരു 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 പോസിബിലിറ്റി ഭയങ്കരമായിട്ടുണ്ടാവുള്ളൂ. സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അത്തരം ഡീറ്റെയിൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ മഴ ഇറ്റ്സ് കംപ്ലീറ്റ്ലി കൊളാപ്സിങ്, അതൊരു ത്രൂ ഔട്ട് അത് വന്ന് അതൊരു ക്യാരക്ടറായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ലൈക്ക് ആസ് ക്യാരക്ടർ അവരുടെ മൈൻഡ് സെറ്റ് കൊളാപ്സ് ആവുന്ന മാതിരി തന്നെ ആ ഒരു മാൻഷനും കൊളാപ്സ് ആയി വരുന്നു. അപ്പോൾ ലീക്സും സാധനങ്ങളും എല്ലാം. സോ ഇതെല്ലാം പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നല്ല ടെക്നീഷ്യൻസും വേണം, ഭയങ്കര നല്ല ആർട്ടിസ്റ്റ്. സോ ജോയിഷേട്ടൻ്റെ ഹെൽപ്പോടെയാണ് അങ്ങനെയൊക്കെ അച്ചീവ് ചെയ്തത്. എങ്ങനെ മമ്മൂക്ക കൊടുമൺ പോറ്റിയെ ഉൾക്കൊള്ളുന്നോ അതേപടി തന്നെ ഈ പറഞ്ഞ ഈച്ച് ആൻഡ് എവരി ക്രൂ മെമ്പേഴ്സിന് ഇത് പിടികിട്ടണല്ലോ. അതിലേക്ക് അതെങ്ങനെയാ സെറ്റ് ചെയ്തെടുത്തത്? അതിനാണ് ഈ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് അത്രമാത്രം. ഇപ്പോൾ DOP അടുത്ത് ഞാൻ ഈ ഐഡിയ പിച്ച് ചെയ്യുന്നത് ഭൂതകാലത്തിൻ്റെ ഷൂട്ട് സമയത്താണ്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായി. എനിക്ക് ഉദ്ദേശിച്ച സാധനമാണ് പുള്ളി ഷൂട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ജനാദ് ഭായി അടുത്തൊരു സാധനം എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെയും ഡ്രീമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടുപേരും എക്സൈറ്റ്മെൻറ്റ് ലെവൽ മാച്ചായി. അങ്ങനെ
അതെല്ലാം സ്റ്റേജ്ഡ് ആണ്, അതെല്ലാം പ്ലാൻ ചെയ്ത്. ഇപ്പോൾ ജോഷേട്ടൻ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി തന്നു. ആ മിനിയേച്ചർ ഉണ്ടാക്കി ഞങ്ങളെല്ലാം ക്യാമറ പ്ലേസ് ചെയ്ത് ആംഗിൾസ് എല്ലാം പ്ലേസ് ചെയ്യുമ്പോൾ DOP യുടെ ഒരു എഫേർട്ട് ഭയങ്കര. അത് നിങ്ങൾക്ക് ഓരോ ഷോർട്സ് കാണുമ്പോൾ തന്നെ അത് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവണം. അത്രമാത്രം നമ്മളത് പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം ഞങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അവിടെ രാവിലെ വന്ന ഈവനിങ് പോകുന്നതിൻ്റെ ഉള്ളിൽ വി ഹാവ് ടു ഫിനിഷ് ഈ സീൻ, ഈ ഷോട്ട് ഈ ടൈമിൻ്റെ ഉള്ളിൽ. സോ ഒരു മിനിറ്റ് പോലും അവിടെ വേസ്റ്റ് ചെയ്യാനില്ല. ബിക്കോസ് വി ആർ റെസ്പെക്റ്റിംഗ് മമ്മൂക്ക ആസ് എൻ ആർട്ടിസ്റ്റ്. നമ്മുടെ എല്ലാവരുടെയും ഡ്രീമാണ് അത് പുള്ളിയുടെ ഒരു ടൈം കിട്ടുക എന്നുള്ളത്. സോ അത് എത്ര മാത്രം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇത്ര മാത്രം പ്രീ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ DOPയും ജോഷേട്ടനും ഒക്കെ അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഏറെക്കുറെ ഒരു ഓർഡറിലാണോ ഷൂട്ട് ചെയ്ത് പോകുന്നത്? അല്ല, അതൊരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അത് ആ ഒരു ഓർഡർ വൈസ് ഷൂട്ട് ചെയ്യാൻ. പക്ഷേ നോൺ ലീനിയർ ഓർഡറിലാണ് സീൻ 5-6 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ്. ഞങ്ങൾ ആദ്യം ക്ലൈമാക്സ് ആണ് ആദ്യം ഷൂട്ട് ചെയ്തത്, പിന്നീടാണ് ബാക്കിയുള്ള സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അതെ അതെ. മമ്മൂക്കയുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് എന്താ? മമ്മൂക്കയുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഡിന്നർ സീക്വൻസ് അതൊക്കെ തന്നത് ഞാനല്ലേ എന്ന് പറഞ്ഞ ആ സീനാണ്. കൊച്ചിയിലായിരുന്നു സീക്വൻസ്. അതാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. പിന്നെ സെക്കൻഡ് തേർഡ് ഡേ ആകുമ്പോഴേക്കും മറ്റേ മീറ്റ് കഴിക്കുന്ന സീനും ഒക്കെ ഷൂട്ട് ചെയ്തത്. അതൊക്കെ സിദ്ധാർത്ഥ് ഭരതൻ എന്നുള്ളത് നേരത്തെ കാസ്റ്റ് ചെയ്തിട്ടോ പെർഫോം ചെയ്തിട്ടോ ഇല്ലല്ലോ. എങ്ങനെയാണ് രാഹുലിന് ഒരു കോൺഫിഡൻസ് വരുന്നത് ഈ ക്യാരക്ടർ? കാരണം അത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. നമുക്ക് ഇപ്പം നേരത്തെ രേവതി മാമിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അല്ല മീൻസ് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇപ്പുറത്തെ ഷെയ്ൻ്റെ കുറേ ക്യാരക്ടർ വന്നിട്ടുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ് അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഇത്രയും ഇതുള്ള ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ഇത്രയും ലെയേഴ്സിലെ ക്യാരക്ടർ ചെയ്തിട്ടില്ലല്ലോ. ഈ ഭൂതകാലത്ത് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ മാതിരി രേവതി ചേച്ചിയും കിട്ടിയ നന്നായിരുന്നു, ഷെയ്നും ആ ക്യാരക്ടർ ചെയ്താൽ നന്നായിരുന്നു പറഞ്ഞു. അത് കറക്റ്റായിട്ട് അവർ രണ്ടുപേരും എനിക്ക് കിട്ടി, അത് പെർഫോം ചെയ്ത് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റി. ഇതിൽ കൊടുമൻ പോറ്റി എന്തായാലും മമ്മൂക്ക വേണം എന്നുള്ള വാശി തന്നെയായിരുന്നു, അത് കിട്ടി. അർജുനും കിട്ടി. സിദ്ധാർത്ഥിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ സ്ക്രീൻ പ്ലേ കഴിഞ്ഞു. നമ്മുടെ സ്ക്രീൻ പ്ലേയുടെ അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രീ പ്രൊഡക്ഷൻ്റെ പ്ലാനിങ് ഒക്കെ ആകുമ്പോഴേക്കും കാസ്റ്റിംഗ് നടക്കുക. നമുക്ക് പെട്ടെന്ന് ഡേറ്റ് തന്നു. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ വൺ ഓഫ് മൈ ദിനാഥ് പുത്തഞ്ചേരി ആ പാട്ടൊക്കെ ഇതിൽ പെട്ടെന്ന് എനിക്കിങ്ങനെ സിദ്ധുവിൻ്റെ ഫോട്ടോ അയച്ചു. അപ്പോൾ എനിക്ക് ദ മൊമെൻ്റ് ഐ സോ സിദ്ധു എനിക്കത് ക്ലിക്കായി. ഓക്കെ, ഇതിലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെ സിദ്ധുവിനെ വിളിച്ചു. അപ്പോൾ സിദ്ധു നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് അപ്പം തന്നെ കണക്റ്റായി. ആ ബോഡി ലാംഗ്വേജും പുള്ളി ഇരുന്നു നടന്നു വന്നു. സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഈ സാധനം. അപ്പോഴാണ് ഈ വിരലും യുണീക്ക് ഫീച്ചേഴ്സാണ്, ഫിംഗർ നെയിൽസും ഒക്കെ. അതുകൊണ്ടാണ് ക്ലോസ് ഷോട്ട് ഫിംഗറിൻ്റെ ഇതിങ്ങനെ ചെയ്യുന്നതൊക്കെ എടുത്തത്. അപ്പം തന്നെ നോട്ടീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടർ ഒരാളിലേക്ക്, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും എന്നൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ യു ലൈക്ക് വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, നമുക്ക് എന്തും ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അത് ചെയ്ത് വരുമ്പോൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഒരു മീറ്റർ നമുക്ക് മനസ്സിലാവുമല്ലോ. അവർ ചെയ്യുന്നത് ഹൈ ആണോ ഒരുപാട് ലോ ആയി പോവോ, ഒരു മീറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വേണ്ട, കുറച്ച് കമ്മിയാക്കിയിട്ട് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺട്രോള് നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവരുടെ ഉള്ളിൽ നിന്ന് അത് കിട്ടും, ഫ്ലഷ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് തോന്നിയത്. അതെനിക്ക് ഭയങ്കരമായിട്ട് സിദ്ധുവിൽ നിന്നും കിട്ടി, അർജുൻ്റെ നിന്നും കിട്ടി. മമ്മൂക്ക പിന്നെ അത് ഞാനത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 3 പേരുടെ ഒരു പ്ലേ ആണല്ലോ ഇത് ശരിക്കും. അതിലിപ്പം മമ്മൂക്ക പ്രൈമറിലി കൺവിൻസിങ് ആവുന്നു രാഹുൽ. ഇതേപടി അതായത് അത്ര തന്നെ അളവിൽ ഈ പറഞ്ഞ ആളുകൾ കൺവിൻസ്ഡ് ആവണല്ലോ. കാരണം വെച്ചാൽ നമ്മളുടെ നോക്കുമ്പോൾ തേവൻ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തേവന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എത്രയോ സമയം ഈ ക്യാരക്ടർ കാണുന്നതും ഭയം ടെൻഷനൊക്കെ ഇപ്പുറത്താണ്. പിന്നെ ഇവിടെ ഒരു മിസ്റ്ററി പോലെയാണ് പിന്നെ സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ നിൽക്കുന്നത്. അത് നമുക്ക് പിടികിട്ടേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന്റെ ഏതെങ്കിലും അളവോ ഇതോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ റീഡ് ചെയ്യും, നമ്മൾ ഡീകോഡ് ചെയ്യാണല്ലോ ആ ക്യാരക്ടർ. ഇതിങ്ങനെ ആയിരിക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് പുള്ളി ഈ പറയുന്ന വിരലുകൊണ്ടാണെങ്കിലും ഒരുപാട് റിയാക്ഷൻസ് കൊടുക്കുന്നിടത്തും റിഫ്ലെക്സിലൊക്കെ ഈ പറഞ്ഞ ക്യാരക്ടറിനാണല്ലോ നമ്മൾ ഡീൽ ചെയ്യുക. ഡയലോഗ്സ് താരതമ്യേന സിനിമയിൽ തന്നെ കുറവാണല്ലോ. അപ്പൊ അത് കൺവിൻസ് വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ സ്റ്റേജിങ്ങും 3 പേരുടെ പെർഫോമൻസ് റെഡി ആയിട്ടുണ്ട്.
ഉണ്ടായിരുന്നോ? അതാണ് ആ മാനറിസത്തിലാണ് നമ്മൾ ആ ഡിസെപ്ഷൻ ഹൈഡ് ചെയ്യുന്നത്, ആ ഒരു ട്രിക്ക് ഹൈഡ് ചെയ്യുന്നത്. അത് സിദ്ധുവിൻ്റെ ഒരു മാനറിസം എനിക്ക് പിടികിട്ടിയപ്പോൾ ഞാൻ അത് അത്ര പെർഫോം ചെയ്ത, അത്ര സട്ടിലായിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് ഈ ക്യാരക്ടറിനെ ഒരു മിസ്റ്ററി ഷെയ്ഡിൽ നിർത്താൻ പറ്റുള്ളൂ എന്ന് തോന്നി. അത് പിന്നെ സിദ്ധുവിൻ്റെ ഭയങ്കര എഫേർട്ട് ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു. സംസാരിക്കുമ്പോൾ ഒരുപാട് റീഡിങ് സെഷനൊക്കെ ഇരുന്നപ്പോൾ തന്നെ പുള്ളിക്കൊരു ഗ്രാഫ് ഐഡിയ മനസ്സിലായി. പിന്നെ അത് നമ്മൾ എല്ലാവരും കൂടി അത് മോൾഡ് ചെയ്ത് എടുത്ത് അങ്ങനെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എൻ്റെ മാത്രം എഫേർട്ടല്ല, ആസ് എൻ ആക്ടർ അർജുനും സിദ്ധാർത്ഥൊക്കെ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു പോയിന്റിലൊക്കെ എത്തുമ്പോൾ അർജുനൊക്കെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഡയലോഗ്സ്, കാരണം മമ്മൂക്ക ചിലപ്പോൾ 1, 2, 3 ടേക്ക് തരുള്ളൂ. സോ പക്ഷെ അത് വേണമല്ലോ, അത് പെർഫെക്റ്റ് ടേക്ക് ആയിരിക്കും. പക്ഷെ അതേമാതിരി അത് തിരിച്ച് അപ്പോൾ ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ഫോർ ദം. ടഫാണ് അവരുടെ ഷൂസിൽ നിന്ന് ആലോചിക്കാൻ, ഭയങ്കര ടഫാണ്. അപ്പോൾ തോന്നുന്നു ഡയറക്ഷൻ ഈസിയാണ്. എങ്ങനെയാണ് ഇപ്പം ഒരു സിനിമ തീർന്നു കഴിഞ്ഞ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ ഇതിൽ വന്നത് കൊണ്ടുള്ള ഒരു ഗുണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അനുഭവിച്ചത്? ഡെഫിനറ്റ്ലി അത് മമ്മൂക്ക ഇല്ലെങ്കിൽ ഈ ഫിലിം ഇല്ല. സോ ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരി മമ്മൂക്ക ഇസ് ദാറ്റ് സോഴ്സ്, ദാറ്റ് മാഗ്നറ്റ്. മമ്മൂക്കനെ ചുറ്റും ആണ് നമ്മളെല്ലാവരും ആഡ് ഓൺ ആവുന്നത്. ടെക്നീഷ്യൻസ്, ആസ് എ ഡയറക്ടർ, പ്രൊഡക്ഷൻ ഹൗസ് എല്ലാം ആഡ് ഓൺ ആവുന്നത് ബിക്കോസ് ഓഫ് ജസ്റ്റ് വൺ മാൻ. അപ്പോൾ അത് സക്സസ്ഫുൾ ആകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും സെലിബ്രേഷനൊക്കെ നമ്മൾ അത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുമല്ലോ. അത് ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആണ് അത്, അതിൻ്റെ ഒരു സക്സസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത്. മാത്രമല്ല എനിക്കൊന്ന് മമ്മൂക്കയെ കുറിച്ച് പലരും പറയുമ്പോൾ ഒരു കോവിഡാനന്തരം ഇപ്പോൾ ഭീഷ്മ 2 ഭ്രമയുഗത്തിലേക്ക് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു സാധനമാണ് ഈ പരീക്ഷണങ്ങൾക്ക് തുറന്ന് കൈ കൊടുക്കുന്ന, ഓപ്പൺ ആവുന്ന ഒരാൾ, ഈ തുറന്നിട്ട വാതിൽ പോലെ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഐഡിയ, അല്ലെങ്കിൽ ഇതുവരെ മലയാളത്തിൽ വരാത്തതാണ്, നമ്മൾ നേരത്തെ ട്രൈ ചെയ്യാത്തതാണ്, മമ്മൂക്ക മുമ്പ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ അതിനോട് ഭയങ്കര ഓപ്പൺ ആവുന്ന ഒരാൾ എന്നുള്ള ഭയങ്കര പ്രധാനമായിട്ട് പറയുന്നത്. ഇത് ഈ പറയുന്ന കഥ പറഞ്ഞത് മുതൽ ഈ സിനിമ ഇന്നത്തെ ദിവസം വരെ എനിക്കൊന്ന് മമ്മൂക്കയെ കണ്ടിട്ടാണ് രാഹുൽ വരുന്നത്. ഈ മൊമെന്റ് വരെ അത് ഭയങ്കര മാജിക്കലായിട്ട് വർക്കായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായും അത് വേറെ ആർക്കും ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അത് മമ്മൂക്കയ്ക്ക് അല്ലാണ്ട് വേറെ ആരും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. അത് എന്താ പറയുക, മാജിക്കൽ മൂമെന്റ്. അത് കൂടുതൽ എങ്ങനെ I don't know how else to explain. റെഡ് റെയിന് ശേഷം ഏതാണ്ട് 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ സമയത്ത് രാഹുൽ ശരിക്കും എവിടെയായിരുന്നു? റെഡ് റെയിന് ശേഷം ഞാൻ കുറേ വർഷങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള വിൻഡോ സ്പേസ് ഭയങ്കര കമ്മിയായിരുന്നു. സോ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു, ഐഡിയാസ് ഉണ്ടായിരുന്നു, ബട്ട് പലവണയും ട്രൈ ചെയ്യും, അത് വർക്കാവില്ല. പിന്നെ എനിക്ക് പല പേഴ്സണൽ റീസൺസും കൊണ്ടും എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് സിനിമയിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് എനിക്ക് അന്ന് സിനിമയിൽ കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് 2020 ആയപ്പോഴാണ് ശരി, അതായത് സിനിമ വിട്ടു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. മീൻസ് സിനിമ വിട്ട് സിനിമ ഒരിക്കലും സിനിമ വിട്ടു ഞാൻ ഉദ്ദേശിച്ചത് സിനിമ കംപ്ലീറ്റ് വിട്ടല്ല, എന്നാൽ പോലും ഇത് ട്രൈ ചെയ്താൽ എനിക്ക് അവിടെ എത്താൻ പാടായിരിക്കും. സിനിമ തന്നെയാണ് സ്വപ്നം. ഡെഫിനറ്റ്ലി ഇന്നല്ലെങ്കിൽ നാളെ സിനിമയിൽ കയറുന്നതായിരുന്നു സ്വപ്നം. പക്ഷെ ടഫായിരുന്നു അല്ലേ? സിനാരിയോസ് ഭയങ്കര ടഫായിരുന്നു. സോ മൈ ഫാമിലി നീഡഡ് മീ. സോ എനിക്കൊരു യങ്ങർ ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി ഇന്ന് ഇല്ല. സോ 2020 ഹി പാസ്ഡ് അവേ. പുള്ളിയല്ലേ പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ഫിലിം. സോ ഐ ഹാഡ് ടു ബി വിത്ത് ഹിം. സോ ആ മൈൻഡ് സെറ്റിലുള്ളപ്പോൾ യു കാൺട്ട് വർക്ക് ഓൺ എനിത്തിങ് എൽസ്. ബട്ട് ആ ടൈമെല്ലാം ഐ വാസ് റിസർച്ചിങ് മൈസെൽഫ്, ട്രൈങ് ടു ഡു how to write better stories, how to tell a better film. So ആ സ്പേസ് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അല്ല, വേറെ രീതി ഞാൻ ഭൂതകാലം ബ്രദർ ട്രിബ്യൂട്ട് പോലെ ഭൂതകാലം പ്രമുഖ വെച്ചാൽ ഭയങ്കര ഇവിടുത്തെ ഒരു നിലവിൽ മറ്റാരും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു എൻട്രി വരുന്നു. ഇപ്പൊ ഭൂതകാലം വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത്. കേരളത്തിന് പുറത്തുനിന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. രാം ഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഭയങ്കര നമുക്ക് ഓരോ ദിവസവും സർപ്രൈസുകൾ വരികയായിരുന്നു ഒരു OTT റിലീസിനെ. അപ്പൊ അത് എനിക്കൊന്നത് റെഡ് റെയിൻ എന്നുള്ള ഒരു വേറെ തരം ടേക്ക് അവേ ആയിട്ട് നിങ്ങളുടെ 2 പടം വരികയാണ് അല്ലേ? റെഡ് റെയിൻ അതാണ് ഈ അന്നത്തെ മൈൻഡ് സെറ്റ് അല്ല. നമ്മളിപ്പോ 8 years മേജർ മൈൻഡ് സെറ്റിൽ നമ്മൾ എല്ലാവരും മാറി, ഓരോ ദിവസം മാറ്റും. അതെ. ഇന്ന് ബ്രഹ്മയുഗം എടുത്തു കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് ബ്രഹ്മയുഗത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഇപ്പൊ എനിക്ക് ഭൂതകാലം കാണുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്.
ഈ ചില പോയിന്റ്സ് ഇതിലും ബെറ്റർ ആക്കാൻ പറ്റുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഡെഫിനറ്റ്ലി ആസ് എ ക്രിയേറ്റർ യു ഓൾസോ ഇവോൾവ് അല്ലേ, യു ഓൾസോ ലേൺ ലോട്ട് ഓഫ് തിങ്സ്. അത് അന്ന് റെഡ് റെയിൻ വാസ് എ റോങ്, ഇറ്റ്സ് ഒരു ലേണിംഗ് കേവ് ആണ്, അത്രേ ഉള്ളൂ. അത് മാത്രമേ, അത് അങ്ങനെ ഒരു ഫെയിലിയർ സംഭവിച്ചത് ഇന്ന് ഇത് എനിക്ക് ഗുണം ബ്രഹ്മയുഗത്തിലേക്ക് എത്താനുള്ള ഇത് ലേൺ ചെയ്യാണല്ലോ, ലേൺ ചെയ്യുക അൺലേൺ ചെയ്യുന്നുണ്ട്. അതെ അതെ. സോ ഫെയിലിയർ ഇസ് മസ്റ്റ് ആർക്കും, എന്നാലേ അതിൽ ഇപ്പൊ സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റും. സൗണ്ടാണ് ഫിലിം ആക്ച്വലി. നമുക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് വിഷ്വലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ സൗണ്ട് ഹാസ് ടു പ്ലേ. അത് സൈലൻസ് ആണെങ്കിൽ സൈലൻസ് ഹാസ് ടു പ്ലേ, സ്കോർ വൈസ് ആണെങ്കിൽ സ്കോർ ഹാസ് ടു പ്ലേ. ഇത് ഭ്രമയുഗ എന്നൊക്കെ പറയുമ്പോൾ ആ ഷാഡോയിലാണ് നമുക്ക് അത് പറയുന്നത്, നമ്മൾ ഫേസിലും കൂടിയിട്ടല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി നോക്കി 2-3 തവണ പറഞ്ഞു നോക്കി, എന്നിട്ട് മമ്മൂക്ക അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് വർക്കാണ് തോന്നി, അതിൻ്റെ ഒരു ഹെവിനെസ് നമുക്ക് തോന്നിയത്. പേടിക്കാനായിട്ട് ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഒന്ന് പടം കാണുകയൊക്കെ ചെയ്തു, ഈ പേടി എങ്ങനെയാണ് വർക്കാവണം എന്ന് നോക്കാനായിട്ട്, സ്വന്തമായിട്ട് നോക്കാനായിട്ട്. സൈലൻസും കുറേ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഹെഡ്ഫോൺസിൽ തന്നെ പടം ഇരുന്ന് കാണും, ഫുൾ എഫക്റ്റിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്.